സജിയേ എവിടാ? സജിയേ എവിടാടാ? സജിയേ പൊട്ടാക്കിടന്ന് പാട്ട് പാടാ, കാര്യം പറടാ. സജി, എന്റെ കുടുംബം തകരൂടാ, എന്നെ സഹായിക്കണ നീ. എന്താടാ? എടാ, ഞാൻ എന്റെ പുതിയൊരു ലൈൻ്റെ കാര്യം നിനക്ക് പറഞ്ഞില്ലായിരുന്നാ? അവക്ക് ഞാൻ എന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്ത്, അത് ഇവള് പിടിച്ച് ഇവിടെ പൊക്കി. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാനൊരു ഡോക്ടറിന് അയച്ചു കൊടുത്താണ്, എനിക്കൊരു അസുഖമുണ്ട്. അപ്പൊ ആ ഡോക്ടർ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് എന്താ അസുഖം എന്ന് പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡോക്ടറിന് അയച്ചു കൊടുത്താണ് ആ ഫോട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, നീ ഡോക്ടറായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഇവിടെ പോരാ, ഞാൻ വന്നു കഴിഞ്ഞാൽ അവള് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? എടാ ഇല്ലടാ, നീ പറഞ്ഞു, നീ നിനക്കേ പറ്റുള്ളൂ, നിനക്കല്ലേ ഈ അഭിനയമൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ ആകെ തകർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും വേർപിരിയൂടാ. എന്നെ അവക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണോ? എടാ നിന്നല്ലേ അവക്ക് അറിയാത്തുള്ളൂ, ബാക്കി എന്റെ എല്ലാ കൂട്ടുകാരും അവക്ക് അറിയാം. എടാ എന്തെന്നറിയാം, ഞാൻ ഫ്രാൻസിസ് അച്ചാന്റെ വീട്ടിൽ പ്ലംബിങ്ങിന്റെ പണിക്ക് നിന്നോണ്ടിരിക്കുകയാണ്. എടാ നീ ഇന്നത്തെ പണിയുടെ പൈസ ഞാൻ തരാടാ സജി, നീ എന്നെ സഹായിക്കടാ. ഞാൻ ആകെ തകർന്നു കൂടാ. ഞാൻ വരാം വെച്ചോ. എടാ പറഞ്ഞേടാ. ഓക്കെ വരാടാ. പറഞ്ഞേ. എടി എടി മൈഥിലി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി നിസ്സാര കാര്യത്തിന് നീ ബാഗും തൂക്കി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? ആരിറങ്ങിപ്പോണ്? നീ നിങ്ങളുടെ സാധനങ്ങളത്, നിങ്ങൾ ഇറങ്ങിപ്പോണം. ഇത് എന്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്ന വീട്, അറിയാവോ? നിങ്ങളാ എന്നോട് എന്താടി സഹിക്കണില്ല സങ്കടം. എടി നീ വിതുമ്പ്, അല്ലെങ്കിൽ നീ ഒന്ന് പൊട്ടിക്കറിയടി, നീ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. പൊട്ടിക്കറ നീ. നിങ്ങൾ തെറ്റ് കളിച്ചിട്ടാ ഞാൻ കരയണത്. നിങ്ങൾ എന്തിനാ കരയണത്? ഞാൻ കരഞ്ഞല്ല, ഞാൻ ചിരിച്ചതാ. ഈ കരച്ചിൽ കണ്ടു ആരാണ് ഈ ചിരിക്കാതിരിക്കുന്നത്? നീ ഒന്ന് മനസ്സിലാക്ക്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ മനസ്സിലാക്കി ഞാൻ. സത്യം പറ, ഏതാ പുതിയ കണക്ഷൻ? ഐഡിയ. ആ ഐഡിയയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആ ഐഡിയയിലൂടെ കണ്ടെത്തിയ പുതിയ പെണ്ണ് അത് ഏതാണ്? എന്റെ പൊന്നുമൈഥിലി, ഞാൻ പറയുന്നു നീ കേക്ക്. സത്യമാണ്, ഞാനതൊരു ഡോക്ടർക്ക് അയച്ചു കൊടുത്താടിയ ഫോട്ടോ. ഒരു ഡോക്ടർക്കും ഇല്ല. സത്യം പറഞ്ഞ ഞാനിത് അറിഞ്ഞപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടതാ. പിന്നെ ഞാൻ ഈ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയി പോയില്ലേ, ഞാൻ എടുത്ത് തലയിൽ വെച്ച് പോയില്ലേ. അത് എന്ത് കുടുംബശ്രീയുടെ പ്രസിഡന്റാ? അല്ല, നിങ്ങളെടുത്ത് തലയിൽ വെച്ചില്ലേ, അത് കൊണ്ടായിരിക്കണം ഇറങ്ങി പോവാൻ പറ്റാത്ത, അറിയാവോ? ഒരു പണിയായി, നിനക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്നെ ഈ വീടിനകത്തിട്ട് ചുട്ട് കരിക്ക്. അയ്യടാ, എന്നിട്ട് വേണം വീടും കത്തിച്ച് കിഴങ്ങിനെയും ചുട്ടെന്ന് പറഞ്ഞോണ്ട് നടക്കാൻ. ആവശ്യമില്ലാത്ത പറയരുത്. ഈ നാട്ടിൽ എനിക്ക് ഒരു നിലയും വിലയ്ക്കുള്ള അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടിൽ, ഈ നാട്ടിൽ ഏത് വീട്ടിൽ ഞാൻ ചെന്നാലും, ഏത് രാത്രി ഞാൻ ചെന്നാലും എനിക്ക് മുറ്റത്തൊരു കസേര ഇട്ട് തരും. അതിനറിയാവോ? ആ വീട്ടിൽ കയറ്റം കൊള്ളാത്തോണ്ട് അതുകൊണ്ടാ മുറ്റത്ത് കസേര ഇട്ടായിരുന്നത്, അറിയാവോ? എടി അതുകൊണ്ടല്ലെന്ന്, എനിക്ക് ഈ നാട്ടിലൊരു നിലയുണ്ട്, വിലയുണ്ട്. ആ എന്നെ നീ ഡബിട്ടടിക്കരുത്. എന്തോന്ന് ഡബിട്ടടിക്കരുത്? ഡബിട്ട് എന്ന് വെച്ചാ സംശയം. അതായിരുന്നാ അത് ഡൗട്ട്. എനിക്കൊന്നും അറിയണ്ട. സത്യം പറഞ്ഞോ, എന്നോട് സത്യം പറഞ്ഞോ. നിങ്ങൾ ഏത് പെണ്ണിനാ ആ വൃത്തികെട്ട പടം അയച്ചു കൊടുത്തത്? നീ കൂടെ തിരിഞ്ഞു നിന്നേ, ഞാൻ നിന്നോട് സത്യം പറയട്ടെ. നീ കരയുവോ? ഇല്ല. പ്രയാസപ്പെടുവോ? പറ, കാര്യം പറ. നിന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സത്യമാണ് ഞാനിപ്പോ പറയാൻ പോണത്. അതുകൊണ്ടാ എനിക്ക് പറ, കാര്യം പറ. എനിക്കൊരു അസുഖമുണ്ട്. ആ അസുഖം എനിക്ക് ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കാൻ പറ്റത്തില്ല, നാണക്കേടാ. പിന്നെ ആശ്രമത്തിൽ പോയി പരിശോധിക്കണോ? കോമഡി പറയരുത് ഈ സമയത്ത്. പിന്നെ എടി അതല്ല, അവിടെ ചെന്ന് സിസ്റ്റർമാരും നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെ എനിക്ക് അത് പറ്റില്ല, എനിക്ക് നാണക്കേടാണ്. എനിക്ക് തുണിയൊക്കെ ഉരിഞ്ഞിട്ട് അത് പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ, എന്നോട് പഠിച്ച ഡോക്ടർ, അവന് ഞാൻ അയച്ചു കൊടുത്തു. അവനപ്പോ നോക്കിയിട്ടാണ് നിന്റെ അസുഖം എന്താന്ന് അവൻ എന്നോട് പറയാൻ ഫോണിലൂടെ എന്നോട് പറഞ്ഞു. അവനിപ്പോ വരും, ഈ വീട്ടിൽ വന്ന് എന്നെ നോക്കും. അപ്പൊ നിനക്ക് വിശ്വാസമാകും. ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ വരട്ടെ, എന്നിട്ട് കാര്യം ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാം. എടി ഡോക്ടർ വരും, നീ ഇത് എടി നിൻ ബാഗ് എടുക്കടി. നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാടി. നീ അകത്തു പോ മൈഥിലി. നിന്റെ ഭർത്താവല്ലേടി ഞാൻ? ഡോക്ടർ വരട്ടെ. നിന്നെ 7 വർഷം സ്നേഹിച്ചവനല്ലേടി ഞാൻ? അതൊക്കെ ഇന്ന് തീരുമാനം ഉണ്ടാക്കാം. എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ ചിത്രമല്ലേടി? പിന്നെ നീ അല്ലാതെ ഈ ഹൃദയത്തിൽ ആരെങ്കിലും ഉണ്ടോ? സജി എവിടെയാടാ? വേഗം പാടാ. പൊന്നു ഡോക്ടർ സാറ്, എന്റെ രോഗമെന്ന് കേൾക്കണേ. ആദ്യം കയ്യിലെ കുഴൽ നെഞ്ചിൽ വെച്ചൻ. ഏത് ഡോക്ടറാണ് സൈക്കിൾ നടക്കുന്നത്? അതറിഞ്ഞൂടെ? ഡോക്ടർ സണ്ണി മഞ്ചിത്താഴ് സിനിമയിലെ ഏവൂരുള്ള ഗംഗയുടെ വീട്ടിൽ സൈക്കിളിലാണല്ലോ പോയ. അപ്പൊ അതിന് കുഴപ്പമില്ല, അതും വെറും 5 മിനിറ്റിന്. അത് സിനിമയായിട്ട് അതല്ല, ലാലേട്ടൻ അഞ്ഞ് ചവിട്ടിയിട്ട് നിനക്ക് അറിയോ? ഡോക്ടർമാര് സൈക്കിൾ നടക്കത്തില്ല, ഡോക്ടർമാർ കാറിലാണ്. കാറിന് പുറകിൽ അവരുടെ ചിഹ്നമൊക്കെ കാണും. അതൊക്കെ ഉണ്ട്.
പ്രഭാകരൻ ഡോക്ടറെ കാറായിരുന്നു വലിച്ചോടിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. ഇതെന്തത്? ഏത് ഈ തലമുടി വിഗ് പ്രഭാകരൻ ഡോക്ടറെ വിഗ് കുളിക്കാൻ കയറിയപ്പോൾ എടുത്ത് തലയിൽ വെച്ചു. അതൊക്കെ വേറെ. അയ്യേ ഇതെവിടെ ഒപ്പിച്ച്? ഞാനേ വരുന്ന വഴി ഈ സാധനം വേണ്ടേ, അങ്ങനെ പ്രഭാകരൻ ഡോക്ടറെ വീട്ടിൽ കയറി. ഞാൻ പറഞ്ഞു സാറേ എന്റെ കാലിന് എന്തെന്ന് അറിഞ്ഞൂടെ വേനേന്ന് പറഞ്ഞു. അപ്പൊ സാറ് മരുന്നിറക്കാൻ അകത്ത് കയറിയപ്പോൾ എടുത്തോണ്ട് ഓടി. അപ്പൊ അങ്ങനെ ഹെഡ്സെറ്റ് എന്തായാലും ഞാൻ ഒപ്പിച്ചു. ഹെഡ്സെറ്റാ? എടാ ഇത് ടെലസ്കോപ്പ്. രണ്ടും ചെവി വെച്ച് കേൾക്കണ സാമാനാണ്. നീ എന്താ നിനക്ക് ഇത് വെച്ച് കേൾക്കാൻ അറിയാമോ? പിന്നെ എനിക്ക് കേൾക്കണോ? കേൾക്കണം. ഇതെല്ലാം പഠിച്ചോണ്ടല്ലേ, ചുമ്മാ അല്ലല്ലോ വരുന്നേ. ഇതൊക്കെ ഞമ്മക്ക് അറിയാവുന്നതാടാ ഇതെല്ലാം. ചാത്തം വലിച്ചു വിട്, നല്ലോണം വലിച്ചു വിടാ. വലിച്ചു വിട്ടെ. കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ലടാ. കേൾക്കുന്നില്ല. എന്റെ അമ്മയുടെ കേൾക്കുന്നില്ല. എനിക്ക് ഏതാണ്ട് അസുഖം. സത്യമായിട്ട് കേൾക്കുന്നില്ല. എനിക്ക് ഏതാണ്ട് അസുഖം ഉണ്ട്. എനിക്ക് ഇവിടെ കേൾക്കുന്നില്ല. ദൈവത്തിലുള്ള നീയാണോ കേൾക്കുന്നില്ലേ? പൊണ്ണുകൂട്ടുകാരൊക്കെ പിന്നെ നിന്റെ ചെവി വെച്ചു പിന്നെ എനിക്ക് എന്നിട്ട് അത്രേ ഉള്ളു. എല്ലാം ഓക്കേടാ. കോട്ട സംഘടിപ്പിച്ചു. കൂട്ട് കറക്റ്റ്. കോട്ട ഇവിടെ കിട്ടിയടാ. ഇതേ പെണ്ണുമുള്ള ഈ കുടുംബശ്രീയുടെ വനിതാ ഹോട്ടലിൽ വിളമ്പാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്ന് ഇല്ലാത്തോണ്ട് ഞാൻ എടുത്ത് അങ്ങനെ ഉണ്ട്. ജീവിതം കൊണ്ടുള്ള കളിയാണ്. ഡോക്ടർമാർ പറയുന്ന എന്തെങ്കിലും വാക്കുകൾ നിനക്ക് അറിയാവോ? ഇവിടെ സിമ്പിളല്ല പഠിക്കാതെ നിന്റെ ഒരു അത്യാവശ്യത്തിന് ഞാൻ വരുമ്പോൾ ഞാൻ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാൻ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ പ്ലംബിങ്ങിന്റെ പണിക്കുന്നതിന് അതിന്റെ ഇടയിൽ ഞാൻ ഓടി വരുവാ. ഞാൻ അറിയോ ഇതെല്ലാം സിമ്പിളായിട്ട് 3 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഡോക്ടറാണെന്ന് ആരും വിശ്വസിക്കും. അതെന്തോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈ. പണിയായിരുന്നു അവിടെ. നീ പണിയായിരുന്ന? പിന്നെ പണി നടന്നോണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ വീട്ടിൽ പരാതൊല്ലി ഇല്ല. അച്ഛൻ്റെ വീട്ടിൽ എന്താണ് പണിപാട് കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഇല്ല അത് നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ വരുന്നതാടാ. എന്ത് പറ്റിയടാ? ഇതൊക്കെ അറിയാമോ? അച്ഛൻ്റെ വീട്ടിൽ ഞാൻ പണി കഴിഞ്ഞപ്പോഴത്തേനെ ഈ കഴിഞ്ഞ അച്ഛൻ്റെ ഒരു ബെഡ്റൂമിനകത്ത് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തേക്കുക. ഈ പ്ലംബിങ്ങിന് മുടിയല്ലേ? അങ്ങനെ സെറ്റ് ചെയ്ത് അത് എനിക്ക് അറിഞ്ഞൂടാ. മോട്ടർ ഫിറ്റ് ചെയ്ത് ഇപ്പൊ മോട്ടറിന്റെ സ്വിച്ച് ഇടുമ്പോ ഒരു മുറിക്കകത്ത് വെള്ളം നിറയുക. എനിക്ക് അറിഞ്ഞൂടാ അത് എന്തുവാ ടെക്നിക്കൽ. നീ അയച്ചു കൊടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു. ഏത് ഈ ആവശ്യമില്ലാതെ എന്തിനു നമ്മൾ ഓരോ ഫോട്ടോ അല്ലേ? ഓരോ ആവശ്യമില്ല ഓരോ കേസാ. വെറുതെ ഇപ്പൊ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്ത് പോയടാവേ. ഉമ്മ ഒരു ഫോട്ടോ നമ്മളിപ്പോ ഒരു സെൽഫി അയച്ചു കൊടുത്ത അത് അവിടെ ആണ്ടേ. ഇതെന്തുവാണ് ഇത് അയച്ചു കൊടുത്തേക്കുന്നത്? സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോ കൂടെ നീ എന്തുവാണ് വേലയുടെ കാണി? ഇതൊക്കെ അയച്ചു കൊടുത്താൽ എന്റെ തലയിലെടുത്ത് വെക്കുവാ. സഹായിക്കടാ. നീ സമ്മാനപ്പെടും. നീ അവളെ വിളി ബാക്കി ഞാൻ പിടിച്ചോളാം. ഒന്നും നോക്കാനില്ല. എന്താ നീ വന്നു ഡേയ് വന്ന് ആണോ? ഡോക്ടർ വന്ന് കാരണം ഡോക്ടർ അതെ അതെ ഡോക്ടറാണ്, പ്ലംബറാണ്, വക്കീലാണ്, ഡ്രൈവറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ പേര് ജോണി എന്നായിരിക്കുന്നു. അല്ലല്ല, ജോണി എന്നല്ല. പിന്നെ വിഗ് വെച്ചോണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ മോട്ടയായിരിക്കുന്നു. അല്ല, ഞാൻ അത് വേറെ സ്റ്റൈലാണ്. ഡോക്ടർ തമാശ ഭയങ്കര തമാശ. അങ്ങനെ ഈ ഡോക്ടറുടെ പേരെന്താ? സജി ബാഹുലേ. സജി ബാഹുലേ. സജി ബാഹുലേനടി. സജി ബാഹുലേൻ MBBS. എടി സജി ബാഹുലേൻ MBBS എന്റെ കൂട്ടുകാരൻ എന്നോട് സ്കൂളിൽ പഠിച്ച എന്റെ കൂട്ടുകാരൻ. അത്ര എന്റെ കാര്യം നിങ്ങൾ വന്നേ ഇങ്ങോട്ട് വന്നേ. അത് എന്തോ ഇയാളെ കണ്ട ഡോക്ടറാണ് തോന്നുന്നത്. ഡോക്ടർ ദൈവത്തിന് തുല്യ. എന്താ കാര്യം? ഓരോ സംശയം ഇവക്ക് ഭയങ്കര സംശയരോഗമാണ്. എന്താ ഒന്നുമല്ല. ഡോക്ടർ എന്താ ഈ വേഷത്തിൽ എന്താ ഞാൻ ചോദിക്കുന്നത്? നീ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്താ അവള് ചോദിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഒരു സാധാരണക്കാരനായ ഡോക്ടർ. നമുക്ക് എന്റെ കൂട്ടുകാരന്റെ ജീവനാണ് വരുന്നത്. അപ്പൊ ഞാൻ പാൻറ്റിട്ട് ഇവിടെ വന്ന് പോസ് കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നിന്ന വേഷത്തിൽ ഇങ്ങോട്ട് പോരുവാന്നുള്ള ഇതെന്താണ് ഈ കളർ കാര്യമൊക്കെ ആയിരിക്കും അവള് ചോദിച്ചു. പെട്ടെന്നൊരു എന്താ ഡോക്ടർ ചെരുപ്പിന്റെ അടിയിൽ പ്ലാസ്റ്റിക് അതെന്തെന്നറിയോ? ഞാൻ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അവൻ ഒരു ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ വിളിച്ചു. ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ, വരാതിരിക്കാൻ പറ്റൂ. വന്നു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വന്ന് സഹായിക്കണവൻ. ഡോക്ടർ കേട്ടോ ഇങ്ങനെട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു വെച്ച് അങ്ങനത്തെ എത്ര നാളാണ് കണ്ടിട്ട്? പിന്നെ അല്ലേ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന്. പക്ഷെ എന്റെ കൈ ഇറക്കും ഞെരിക്കേക്കോ നീ. ഓക്കെ ഓക്കെ. അല്ല ഡോക്ടറെ, നമ്മളെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നേ. ഡോക്ടർ വേണുഗോപാൽ അറിയാമോ? എനിക്കറിയില്ല കേട്ടോ. എന്റെ ബാച്ചാണോ എന്തോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ഡോക്ടർ KG യേശുദാസ്, ഡോക്ടർ ബാലമുരളി കൃഷ്ണ, പിന്നെ ഡോക്ടർ BR അബ്ദുൽ കലാം, അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാ പഠിച്ചത്. ആ ബാച്ച ഞങ്ങളെല്ലാം ഡോക്ടർമാരാണ്. ഒരുപാട് പേരടി ഓർമ്മ കാണത്തില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ പേരും ഓർത്തിട്ട് പറയാൻ പോകണം. എനിക്ക് ഇയാളെ കണ്ടിട്ട് തോന്നുന്നില്ല. ഡോക്ടർ അതെ അതെ വേണം. ഹൗസ് സർജൻസി കഴിഞ്ഞാണോ? അത് ചില സമയത്ത് ഈ പാലുകാച്ചിന്റെ ഡേറ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഹൗസ് അർജന്റ് ആയിട്ട് അങ്ങനെ സർജൻസി അത് കഴിഞ്ഞിട്ടല്ലേ ഡോക്ടർ? അതെ അതെ എല്ലാം കഴിയും. പിന്നെ കഴിയാതെ പറ്റുമോ? ഇത് എന്തോ പറയും.
അല്ല അതല്ലേ അല്ല ഡോക്ടറെ ഞാനൊന്ന് കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ. ഡോക്ടർ നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ പോകാറുണ്ടോ? പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അയ്യോ ഇപ്പൊ കൊണ്ടു തന്ന് ചെയ്യാതിരിക്കാൻ പറ്റും. ചെയ്തു പോകും, ആരായാലും ചെയ്തു പോകും. അപ്പൊ ഞാനത് ചോദിച്ചോട്ടെ, ഈ മോർച്ചറിക്കകത്ത് ഈ ഡെഡ് ബോഡി മാത്രമായിട്ട് കിടക്കുമ്പോൾ ഡോക്ടർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേക്കും ഡോക്ടർക്ക് പേടിയുണ്ടാവും? അത് ചോദിച്ചപ്പോ ഡെഡ് ബോഡിയാണ്, പലർക്കും പേടി ഉണ്ടാകാം. പക്ഷേ ഐ എം ഡോക്ടർ. ഡോക്ടർ അത് നമുക്ക് അങ്ങനെ പേടിക്കാൻ പാടില്ല. ഡോക്ടർ ഇയാളെ വിളിച്ച എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഇയാളെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേക്കുക. ഞാൻ കണ്ടു പറഞ്ഞു കൊടുക്കടാ, എന്റെ രോഗം എന്താന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനേ ചോദിക്കുന്നു, ഞാൻ പറയുമ്പോ ഒന്നും ഒരു ഡോക്ടർ നില എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ, ബാക്കി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏത് നിമിഷവും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അയ്യോ അതെ അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ അവന്റെ പേര്, ആ രോഗത്തിന്റെ പേര് തന്നെ എനിക്ക് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പറയണ്ട. അല്ലല്ല, അയ്യോ ഡോക്ടർ പറ ഡോക്ടർ. ഒരു ഭാര്യ എന്ന നിലയിൽ അത് അറിഞ്ഞിരിക്കണം. പറയും ഡോക്ടർ എന്റെ ഭർത്താവിന് എന്താ അസുഖം? പറയണ്ട. ആർട്ടിഫിഷ്യൽ കണ്ടംപററി എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് ഡാൻസുകാർക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ് ആർട്ടിഫിഷ്യൽ കണ്ടംപററി. അയ്യോ അല്ലെങ്കിൽ തന്നെ ഇയാളെ കാരണം എനിക്ക് തലവേദനയാ. ഡോക്ടർക്ക് കാര്യം അറിയോ? എല്ലാ രാത്രി അവില് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. അവല് തിന്നാലേ ഗ്യാസാ. ഞാൻ പിന്നെ അല്ലെങ്കിൽ പിന്നെ പഴം കൂട്ടി അടിക്കണം. ഞാൻ ഇവിടെ ഇച്ചിരി പഞ്ചാരം കൂട്ടി അടിച്ചാൽ അതാകുമ്പോ നല്ലതായിരിക്കും. ഡോക്ടർ എന്താ ഈ പറഞ്ഞു പറഞ്ഞത്? എന്താന്നറിയാം, ഞാൻ ജോക്കാണ് മിസ്റ്റർ. നിസാര പ്രശ്നത്തിനൊക്കെ വിളങ്ങ് വഴക്ക. ഇപ്പൊ തന്നെ വാഷ് ബേസിലെ പൈപ്പ് അടഞ്ഞിരിക്കുകയാണ്. അതൊരു പ്ലംബർ വിളിച്ച് ചെയ്യാൻ പറഞ്ഞു. 500 രൂപയുടെ കേസുള്ളൂ, ഞാൻ ശരിയാക്കി തരാം. ആ കേസിലാണ് ഞാൻ ഇവിടെ വഴക്കിട്ടിരിക്കുന്നത്. ഒരു നിസാര പൈപ്പില് ഇത് മാറ്റാൻ വേണ്ടി 500 രൂപയോ? അവള് പറയുന്നതിൽ തെറ്റില്ല. എന്താ? ഹൃദയത്തിലേക്കുള്ള ഒരു ചെറിയ ഞരമ്പ്, അതിനകത്തൊരു ബ്ലോക്ക് വന്ന 5 ലക്ഷം രൂപ ആശുപത്രി കൊണ്ട് കളയും. അതിനൊരു കുഴപ്പമില്ല. പ്ലംബർക്ക് ഒരു ബ്ലോക്ക് മാറ്റാൻ 500 ആർക്കും അതുമാണ് സത്യം പറഞ്ഞ ഇയാൾ നിങ്ങൾ കൂട്ടുകാരൻ തന്നെയാണ്. എടി കൂട്ടുകാരനാണ്. നീ ഓർമ്മയില്ല അപ്പൊ ഇവനെ? നിനക്ക് ഓർമ്മ കിട്ടുന്നില്ല? നമ്മുടെ കല്യാണത്തിന് വണ്ടിയിൽ തെർമോക്കോൾ വെച്ചിട്ട് നമ്മളെ എന്റെ നിന്റെ പേര് എഴുതി ഒട്ടിച്ചത് ഇവൻ. പൂ വെച്ച് ഡെക്കറേഷൻ ചെയ്തത് ഇവൻ. നമ്മുടെ വീട്ടിൽ വന്ന് എന്നെ ഒരുക്കി തന്നത് ഇവൻ. എല്ലാം ഇവനാണ്. കാറിന്റെ ബാക്കിൽ തെർമോക്കോൾ ഷേപ്പ് ഇല്ലാത്ത കട്ട് ചെയ്ത് കോൾഗറ്റ് വെച്ച് ഒട്ടിച്ചത് ഞാൻ. ഒട്ടിച്ചത് അറിയാവാ? അടുത്ത കൂട്ട്. പിന്നെ അത്രയും സുഹൃത്താണ് എന്റെ പഴയ സുഹൃത്ത്. ശരി, അത്രയും വലിയ സുഹൃത്താണെങ്കിലേ എന്റെ പേരെന്താണെന്ന് പറയാമോ? വലിയ സുഹൃത്തുക്കളല്ലേ, എന്റെ പേര് പറ. ഒരു പേരിനകത്തൊക്കെയാണോ ഒരു ഡോക്ടറെ അങ്ങനെ എന്തുവാ? അങ്ങനെ പറയരുത്. വലിയ കൂട്ടുകാരൻ തന്നെ പറഞ്ഞ. അല്ല, അപ്പൊ കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് അറിഞ്ഞിരിക്കുമല്ലോ. പേര് പറ. പറ പേര് പറ. പറ പറ. തെറിയാ പേര്? അതെന്തൊരു പേരടാ? അങ്ങനെ എന്തൊരു പേര്? പേര് പറ. മൈനാഗപ്പള്ളി. മൈനാഗപ്പള്ളിയാ? ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു തമാശ എന്ന് പറഞ്ഞു. ഇവന്റെ തമാശ കാരണം കുടുംബം വെളുത്തു പോകും. എന്നാലും പേര് പറ. ശരി, തമാശ വേണ്ട, പേര് പറ. പേര് പറ. ഞാൻ ഭയങ്കര തമാശ അടിക്കും. പേരൊക്കെ എനിക്കറിയാം. മൈ ഡിയർ കരടി. എന്തൊക്കെയാ വിളിച്ച് പറയണത്? ചേട്ടാ കൊണ്ട് മാറി. പേര് പറ. എന്റെ പേര് പറ. കൂട്ടുകാരനല്ലേ, ആത്മാർത്ഥ കൂട്ടുകാരനല്ലേ, കല്യാണത്തിനൊക്കെ വന്നതല്ലേ, പേര് പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒറ്റ നോട്ടം മുഖലക്ഷണം സുജ. നല്ല അവന് ഇഷ്ടമുള്ളൊരു പേരാ വിളിച്ചത്. ഈ പേരാണ് കല്യാണത്തിൽ ഒട്ടിച്ചത്? ഈ പേരാണ് കല്യാണത്തിൽ ഒട്ടിച്ചത്? ഞങ്ങളുടെ അമ്മച്ചിയുടെ പേരാ. മരിച്ചു ഞാൻ അമ്മച്ചിയുടെ പേര് പറയാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഉറപ്പാ നിങ്ങൾ ഡോക്ടർ അല്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞാരാ? പ്ലംബറാണ്, ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആരാ? ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ പൊന്നുമകളെ പോലീസിനെ വിളിക്കരുത്. പോലീസിനെ വിളിക്കും. എന്റെ കൂട്ടുകാരനാണെന്നുള്ള നേരാ. പക്ഷെ ഞാൻ പറയും ഫ്രാൻസിസ് അച്ചായന്റെ വീട്ടിൽ ഞാൻ പ്ലംബിങ്ങിനെ പണി തോന്നിരുന്ന എന്റെ പേര് സജി. ഇവൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉടായ്പുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് എന്റെ പെണ്ണുമുളുടെ അപ്പൊ ഡോക്ടർ അല്ല, വ്യാജ ഡോക്ടറുടെ വീട്ടിൽ കയറി വന്നേക്കല്ലേ ഒരു ഡോക്ടറെ ബലാത്കാരമായി നിരപരാധിയടാ. നിങ്ങൾ തമ്മിൽ തല്ലുന്ന തല്ല കാര്യം ഇരിക്കുന്നത് നോക്കി സംസാരിക്കുന്നു. ഇരുട്ടത്തിൽ നിന്നാണ്ട് എന്തു അങ്ങാവൂ. ഫോട്ടോ അയച്ചു കൊടുത്തത്
ഇല്ലുണ്ട്. പട്ടി എന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്തെങ്കിലും രണ്ട് വാക്കെങ്കിലും അവളോട് പറഞ്ഞാടാ. ഞാൻ പറഞ്ഞല്ലോ. നിനക്കൊന്നും പറയാനില്ല ഇപ്പം. ഉണ്ട്. എന്നാ പറയടാ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അറിയിക്കൊണ്ടവരൊക്കെ അറിയിച്ചോളൂ. ബാക്കി എല്ലാ ദൈവത്തിന്റെ ഇല്ലടി, ഇനി നിന്റെ കൂടെ ഞാൻ ജീവിക്കത്തില്ല. നമുക്ക് പിരിയാം. എനിക്ക് വേണ്ട ഇനി നല്ലൊരു വക്കീലിനെ കണ്ട് നമുക്ക് പിരിയാം. BP ഒന്ന് നോക്കട്ടെ. എന്തൊരു ചൂടിത്. ഇല്ല നമുക്ക് പിരിയാടി. പിരിവാ. എന്നപ്പോ ഞാനും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് നമുക്ക് കോടതി വെച്ച് കാണാം. നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. നിനക്ക് സംശയരോഗമാണ്. ഡിവോഴ്സ് ചെയ്യും നമ്മൾ. അപ്പൊ പിന്നെ വക്കീൽ വരട്ടെ. വക്കീൽ വന്നിട്ട് വരട്ടെ. യോ ദാ പോയിരുന്നു. പിരിയോ? പിരിയുവാ. വക്കീലിനെ ഇടപെടുകയോ? അങ്ങനെ ഒരു പണി ചെയ്യണം. ഈ വക്കീലെ നീ വിളിച്ച് ഇവിടെ വരുമല്ലോ. അപ്പൊ എന്നെ ഒന്ന് വിളിക്കണം. നമ്മുടെ കൂട്ടുകാരൻ മറ്റേ ചെറിയാനില്ലേടാ, അവന്റെ വീട്ടിൽ ഇതുപോലെ കേസ് എടുത്ത് എന്നോട് വക്കീലായിട്ട് ചെല്ലാമെന്ന് ചോദിച്ചു. അങ്ങനെ മറ്റേ വക്കീലിനെ കോട്ട് മേടിച്ചോണ്ട് എനിക്ക് പോകാലോ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ. ബാക്കി എല്ലാം ദൈവത്തിന്റെ